ഇറ്റ്സ് ഹാർഡ് ടു ബീറ്റ് എ പേഴ്സൺ ഹു നെവർ ഗീവ്സ് അപ്പ്. എന്തുകൊണ്ടാണ് ഈ ലോകത്ത് ഒരുപാട് ആളുകൾ സക്സസ് ആവാതെ പോകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരേ ഒരു കാരണമാണ്, ദേ ഡോണ്ട് ട്രൈ. ഇനി എന്തുകൊണ്ടാണ് ഇവർ പരിശ്രമിക്കാത്തത്? അതിനും ഒരേ ഒരു കാരണമാണ്, ബിക്കോസ് ദേ ഫിയർ ഫെയിലിയർ. ഇത് നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. കാരണം നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും നമ്മളെ തോൽപ്പിക്കാൻ കഴിയുന്ന, നമുക്കെതിരെ നിൽക്കാൻ കഴിയുന്ന 1000 കാരണങ്ങളുണ്ട്. അത് സാഹചര്യങ്ങളാവാം, അത് ആൾക്കാരാവാം, ഇനി ഒന്നുമല്ലെങ്കിൽ നമ്മുടെ ഈഗോയാവാം. ഏറ്റവും മുകളിൽ നിൽക്കുന്നത് എപ്പോഴും നമ്മുടെ ഡിസിപ്ലിൻ ഇല്ലാത്ത മൈൻഡും നമ്മുടെ ഈഗോയും തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ ഓട്ടത്തിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ, നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. യു ഹാവ് ടു ബി റെഡി ടു ഫെയിൽ. യു ഹാവ് ടു ഷോ ദ കറേജ് ടു ഫെയിൽ. കാരണം ഒരു പോയിന്റിൽ നിങ്ങൾ തോക്കും, ഒരു പോയിന്റിൽ നിങ്ങൾ വിചാരിക്കാത്തതുപോലെ കാര്യങ്ങൾ മാറും. അങ്ങനെയാണ് ജീവിതം വർക്ക് ചെയ്യുന്നത്. യു വിൽ ഫീൽ ഫെയിലിയർ എഗെയിൻ ആൻഡ് എഗെയിൻ. അതെ, ഈ തോൽവികൾ നമ്മളെ ശരിക്കും ടെസ്റ്റ് ചെയ്യും. ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ അടിപൊളിയായിട്ട് സക്സസ്ഫുള്ളായിട്ട് നടക്കണമെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു 9 തോൽവികളിലൂടെയെങ്കിലും കടന്നു പോകേണ്ടി വരും. പക്ഷേ അപ്പോഴും നമുക്കൊരു തീരുമാനമെടുക്കാൻ, ഒരു ചോയ്സ് എടുക്കാൻ ഒരു സ്പേസ് ബാക്കിയുണ്ടാകും. ഇങ്ങനെയാണ് ജീവിതം വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വളരാൻ, വീണ്ടും അവിടെ നിന്ന് എഴുന്നേക്കാൻ, വീണ്ടും പരിശ്രമിക്കാൻ. ശരിക്കും നമ്മളെ തന്നെ നമ്മൾ ചലഞ്ച് ചെയ്യേണ്ടത് ഈ തോൽവികളുമായിട്ടുള്ള എൻകൗണ്ടറിലാണ്. തോൽവികളെ നമ്മളെങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നതിലാണ്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഒരുപാട് വലിയ സംഭവങ്ങൾ നേടിയെടുക്കുന്ന മനുഷ്യരെ, അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്ന മനുഷ്യരെ, വലിയ സക്സസ് ഉണ്ടാക്കുന്ന മനുഷ്യരെ. എന്നിട്ട് നമ്മൾ ചോദിക്കും, എങ്ങനെയാണ് ഇവർ ഇത്ര എളുപ്പത്തിൽ ഇതൊക്കെ നേടിയെടുത്തത്? ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, നമ്മുടെ ചോദ്യം തെറ്റാണ്. അവരത് എളുപ്പത്തിലല്ല നേടിയെടുത്തത്. ദേ ആർ പേയിങ് ദ പ്രൈസ്. അതെ, അവരതിനു വേണ്ടിയിട്ട് പണിയെടുക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, സമയമിടുന്നുണ്ട്, അവരുടേതായ തോൽവികളെ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. യെസ്, ദേ ആർ ഫേസിങ് ദെയർ ഫെയിലിയേഴ്സ്. പക്ഷേ അവരതിനെ ഫേസ് ചെയ്യാനും വീണ്ടും ട്രൈ ചെയ്യാനും തയ്യാറാണെന്ന് മാത്രം. എലൻ ഡിജനേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇറ്റ് ഈസ് ഫെയിലിയർ ദാറ്റ് ഗീവ്സ് യു ദ പ്രോപ്പർ പെർസ്പെക്റ്റീവ് ഓൺ സക്സസ്. നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതും, നമ്മൾ ആദ്യം ജീവിതത്തിൽ സ്വന്തമാക്കേണ്ടതും തോൽവികളെ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിരിക്കണം, അതിനെ വെൽക്കം ചെയ്യണം. ഒരു കാര്യം നമ്മുടെ പ്ലാൻ അനുസരിച്ച് പോയില്ലെങ്കിൽ പെട്ടെന്ന് നിരാശയിൽ പോകേണ്ട കാര്യമില്ല, നമ്മൾ ഡിപ്രസ്ഡ് ആവേണ്ട കാര്യമില്ല. ജീവിതം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓൾവേസ് ബൗൺസ് ബാക്ക്. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഇതൊരു അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു ഗ്രാഫാണ്. ഡൗൺസ് നാച്ചുറലായിട്ട് നോർമലായിട്ട് സംഭവിക്കും. പക്ഷേ അപ്സ്, മുകളിലോട്ട് പോകുന്നത്, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് നമ്മുടെ തീരുമാനങ്ങളാണ്, അത് നമ്മുടെ ആക്ഷൻസ് ആണ്. നോ ദാറ്റ് എല്ലാ പ്രശ്നങ്ങളുടെയും കൂടെ ഒരു സൊല്യൂഷനുണ്ട്. അത് നമ്മൾ ചിലപ്പോൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ടാവില്ല. പക്ഷേ നമ്മളവിടെ എത്തും, നമ്മളത് നേടിയെടുക്കും, നമ്മൾ ആ പ്രശ്നം സോൾവ് ചെയ്യും. ഒരേ ഒരു കണ്ടീഷൻ, ഡോണ്ട് ഗീവ് അപ്പ്. വി ഹാവ് ടു ട്രൈ അഗെയിൻ. അതുകൊണ്ട് ഓരോ ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴും ഇട്ടിട്ട് പോകുന്ന പരിപാടി നിർത്തുക. ഓരോ ചെറിയ തിരിച്ചടി ഉണ്ടാകുമ്പോഴും ഡിപ്രസ്ഡ് ആകുന്ന പരിപാടി നിർത്തുക. ഷോ ദ കറേജ് ടു ട്രൈ അഗെയിൻ ആൻഡ് ഫെയിൽ അഗെയിൻ. ഈ കറേജാണ് നിങ്ങളെ ഒരു ദിവസം ഉയരങ്ങളിലെത്തിക്കാൻ പോകുന്നത്. ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ കൊണ്ടുതരാൻ പോകുന്നത്. യെസ്, ഓൾ റിവാർഡ്സ്, ഓൾ അച്ചീവ്മെൻറ്റ്സ് വിൽ കം ഫ്രം ദാറ്റ് കറേജ് ടു ഫേസ് യുവർ ഫെയിലിയേഴ്സ്. അതുകൊണ്ട് ഇന്ന് ഗീവ് അപ്പ് ചെയ്യരുത്. ജീവിതം നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണ്, നിങ്ങളുടെ മനസ്സിന് എത്ര ശക്തിയുണ്ട്, ഇതെല്ലാം ജീവിതം ഉരച്ചു നോക്കും. ജീവിതം നിങ്ങളുടെ ക്യാരക്ടർ ഫോം ചെയ്യുന്നതാണ്, നിങ്ങളെ സ്ട്രോങ് ആക്കുന്നതാണ്, നിങ്ങളുടെ മനസ്സിൻ്റെ കട്ടി കൂട്ടുന്നതാണ്. ജസ്റ്റ് ഫേസ് ഇറ്റ്. ഡോണ്ട് ജസ്റ്റ് ഗീവ് അപ്പ് ടുഡേ. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഇൻസ്പയർഡ്. ഇൻസ്പയറിംഗ്.